ഹോർമൂസ് കടലിടുക്കിന്റെ തിരമാലകളിൽ ഇന്ന് ഒഴുകുന്നത് എണ്ണക്കപ്പലുകൾ മാത്രമല്ല, ലോകത്തെ മറ്റൊരു മഹായുദ്ധത്തിന്റെ നിഴല് കൂടിയാണ്. ഇതുവരെ വ്യോമാക്രമണങ്ങളിലൂടെയും മിസൈൽ പ്രഹരങ്ങളിലൂടെയും മുന്നേറിയ അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടൽ ഇനി പുതിയതും അതീവ അപകടകരവുമായ ഘട്ടത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്കയാണ് ലോകത്തെ അലട്ടുന്നത്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പരിഗണിക്കുന്നത് വെറും ആക്രമണമല്ല, ഇറാന്റെ തന്ത്രപ്രധാനമായ ദ്വീപുകൾ പിടിച്ചടക്കി കരസേനയെ നേരിട്ട് വിന്യസിക്കുന്നതുവരെ നീളുന്ന സൈനിക നീക്കങ്ങളാണ് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം കനക്കുകയാണ്. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം കടുത്ത സൈനിക നീക്കങ്ങളിലേക്ക് കടക്കാൻ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായാണ് സൂചന. ഇതിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ തന്ത്രപ്രധാനമായ ദ്വീപുകൾ പിടിച്ചെടുക്കാൻ യു.എസ്. കരസേനയെ വിന്യസിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞു. കൂടാതെ ഇറാന്റെ അതീവ രഹസ്യമായ ആണവ നിലയങ്ങൾ തകർക്കുന്ന കാര്യവും അമേരിക്കയുടെ സജീവ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം യു.എസ്. പ്രസിഡന്റിന്റെ പ്രത്യേക കമാൻഡ് റൂമായ സിറ്റുവേഷൻ റൂമിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ കടുത്ത തീരുമാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നത്. ഇറാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഖാർഗ് ദ്വീപ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ യു.എസ്. സൈന്യത്തെ ഉപയോഗിച്ച് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് ട്രംപ് തന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത്. ഇതിനൊപ്പം ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതും ഇതുവരെ യു.എസ്. സൈന്യം ലക്ഷ്യമിട്ടിട്ടില്ലാത്തതുമായ പിക്കാക്സ് മൗണ്ടൻ എന്ന മലനിരകളിലെ തുരങ്ക ശൃംഖലകൾ ബോംബിട്ട് തകർക്കുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇറാന്റെ ഇന്ധന സംഭരണശാലകൾ ഉൾപ്പെടെയുള്ള ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം ശക്തമാക്കാനും പദ്ധതിയുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ എന്നിവരുൾപ്പെടെയുള്ള അതീവ വിശ്വസ്തരായ ഉന്നത ഉദ്യോഗസ്ഥരുമായി ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഔദ്യോഗികവും അല്ലാത്തതുമായ ചർച്ചകളുടെ തുടർച്ചയായാണ് ഈ പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇറാനെതിരെയുള്ള അടുത്തഘട്ട യുദ്ധ പ്രഖ്യാപനത്തിൽ ട്രംപ് ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എങ്കിലും അണിയറയിൽ വലിയൊരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലുകൾ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ പ്രശ്നം നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് തനിക്ക് വ്യക്തിപരമായ താല്പര്യമെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ കൈവശമുള്ള ആണവശേഖരം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്ന ട്രംപിന്റെ കടുത്ത ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങാൻ ഇറാൻ തയ്യാറായിട്ടില്ല. താൽക്കാലിക സമാധാന കരാർ പൂർണ്ണമായി തകർന്നതാണ് ഇതിന് കാരണം. ഈ നയതന്ത്ര പ്രതിസന്ധിയാണ് ഇറാനെ പൂർണ്ണമായി ഒതുക്കാനും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ഇറാന്റെ ഭീഷണി അവസാനിപ്പിക്കാനുമായി കടുത്ത നീക്കങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത്. അതേസമയം ഇറാൻ മണ്ണിലേക്ക് നേരിട്ട് കരസേനയെ അയക്കുന്നതിന് ട്രംപിന് അല്പം മടിയുണ്ട് എന്നാണ് ചില ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. മുൻപ് പലപ്പോഴും എണ്ണ വ്യവസായ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുമെന്ന തന്റെ വലിയ ഭീഷണികളിൽ നിന്നും ട്രംപ് അവസാന നിമിഷം പിന്മാറിയിട്ടുണ്ടെന്ന കാര്യവും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോക എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം കൈവശപ്പെടുത്താനായാൽ ഇറാനെ സൈനികമായും സാമ്പത്തികമായും മുട്ടുകുത്തിക്കാമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. എന്നാൽ അതേസമയം അമേരിക്കൻ സൈനികർ ഇറാന്റെ മണ്ണിൽ കാല് കുത്തുന്ന നിമിഷം പശ്ചിമേഷ്യ മുഴുവൻ തീപിടിപ്പിക്കാനുള്ള സാധ്യത വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ഇനി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല എന്ന് ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ വ്യക്തമാണ്. ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ഊർജ്ജ സുരക്ഷയെയും അന്താരാഷ്ട്ര നയതന്ത്രത്തെയും ഒരുപോലെ പിടിച്ചുകുലുക്കുന്ന പ്രതിസന്ധിയായി ഈ യുദ്ധം മാറാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഇതിനകം തന്നെ പ്രകടമായി കഴിഞ്ഞു. ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ട്രംപിന്റെ ഏറ്റവും വലിയ ചൂതാട്ടമായി ഈ നീക്കം വിലയിരുത്തപ്പെടുമ്പോൾ അതേ നീക്കം അമേരിക്കയെ മറ്റൊരു ദീർഘകാല പശ്ചിമേഷ്യൻ യുദ്ധക്കുരുക്കിലേക്ക് വലിച്ചിഴയ്ക്കുമോ എന്ന ചോദ്യവും ശക്തമാവുകയാണ്. വ്യോമാക്രമണങ്ങളിൽ നിന്ന് കരയുദ്ധത്തിലേക്കുള്ള ഓരോ ചുവടുവയ്പും ചരിത്രം മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പുതിയ സൈനിക കണക്കുകൂട്ടൽ വിജയത്തിന്റെ തുടക്കമാകുമോ അതോ അമേരിക്കയ്ക്ക് മറ്റൊരു ഇറാഖ് അഫ്ഗാൻ അനുഭവത്തിന്റെ ആവർത്തനമാകുമോ എന്നറിയാൻ ലോകം ആശങ്കയോടെ കാത്തിരിക്കുകയാണ്.